ആരോടെങ്കിലും ഒരു ക്യാമറ എങ്ങനെ ഫോട്ടോ ഫോണല്ലല്ലോ. മാന്യ സദസ്സിന് വന്ദനം. ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്ന കഥ മഹിളാ പ്രധാൻ. ഓർമ്മകളിൽ നിന്നെടുത്ത ചില കാര്യങ്ങൾ ഒരു കഥാപ്രസംഗ രൂപത്തിൽ ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നു. തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും പോരായ്മകളും എല്ലാം ഉണ്ടാവും. സദയം ക്ഷമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ കഥയിലേക്ക് കടക്കുന്നു. 45 കൊല്ലം പിറകോട്ട് ഞങ്ങളൊന്ന് പോകേണം, അന്നത്തെ കഥ അറിയണം. ഇന്നിവിടക്കഥ പറയുന്നു, ഇന്നിവിടക്കഥ പറയുന്നു. 1972 അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീമതി ഇന്ദിരാഗാന്ധി മഹിളകൾക്കായി കൊണ്ടുവന്ന ഒരു പ്രസ്ഥാനമാണ് മഹിളാ പ്രധാൻ ഏജൻസി. പിന്നീട് 80-81 കാലം വികസന ബ്ലോക്കുകൾ വഴിയായും ജില്ലാ കലക്ടർമാർ വഴിയായും വനിതാ ഉന്നമനത്തിനായി ഏജന്റുമാരെ നിയമിക്കുന്നു, ഏജന്റുമാരെ നിയമിക്കുന്നു. അത് 80-81 കാലം. നമുക്ക് എങ്ങനെയുള്ള കാലമാണ് എന്ന് നോക്കാം. ജോലിയും കൂലി കുറവാണല്ലോ, ജീവിതം കഴിയുവാൻ പാടാണല്ലോ. റോഡില്ല, വൈദ്യുതിയില്ല, നാട്ടിൽ വാഹന സൗകര്യമൊന്നുമില്ല. ഊടുവഴികൾ, വയൽ വരമ്പ്, മഴ പെയ്താൽ നിറയും ഇടവഴിയും, ഓലപ്പുരകളും ഓടുവീടും ഇടകലർന്നുള്ളൊരു ദേശമല്ലോ. അങ്ങനെയുള്ള പ്രദേശത്ത് നിന്നാണ് കുറച്ച് വനിതകൾ നമ്മുടെ ബ്ലോക്കിലേക്ക് എത്തുന്നത്. അപ്പോൾ ഏജൻസി ഓഫീസർ പറഞ്ഞു, ഇൻ്റർവ്യൂ ഞങ്ങൾക്ക് കഴിഞ്ഞു. ഇൻ്റർവ്യൂവിൽ എംപ്ലോയ്മെൻറ്റിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ, വിദ്യാഭ്യാസ യോഗ്യത 10ാം തരം വരെ ഉണ്ടോ, ഈ ജോലി നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ള കാര്യങ്ങളാണ് ചോദിച്ചത്. നടക്കാൻ പ്രയാസമാണ് എന്ന് പറഞ്ഞവർ അവിടെ നിന്ന് തന്നെ പോയി. മറ്റുള്ളവർ ഞങ്ങൾക്ക് എന്തായാലും ജോലി വേണം എന്ന് നിർബന്ധമുള്ളവർ അവിടെ നിന്നു. അത് 8 പേരുണ്ടായിരുന്നു. അവരോടായി ഓഫീസർ പറഞ്ഞു, വീടിനടുത്തുള്ള പോസ്റ്റ് ഓഫീസിൽ പോയി അനുമതി വാങ്ങിയിടണം. സെക്യൂരിറ്റിക്കായി 100 രൂപ NSCയും വാങ്ങി വന്നിടണം. അത് രണ്ടും വാങ്ങി ഞങ്ങൾ പറഞ്ഞ ഡേറ്റിന് ബ്ലോക്കിലെത്തി. ഇൻ്റർവ്യൂ കഴിഞ്ഞു. പക്ഷേ എന്തു ചെയ്യണമെങ്ങനെ പോകണം എന്നുള്ള കാര്യമറിയുകില്ല. 2 ദിവസ പരിശീലനം തന്നു. കാര്യങ്ങളേറെ ഗ്രഹിച്ചു ഞങ്ങൾ, കാര്യങ്ങളേറെ ഗ്രഹിച്ചു ഞങ്ങൾ. 2 ദിവസത്തെ പരിശീലനം തന്നു. അന്ന് പരിശീലനത്തിന് ഡിസ്ട്രിക്ട് സേവിങ്സ് ഓഫീസർ, നാഷണൽ സേവിങ്സ് ഓഫീസർ, ബ്ലോക്ക് ഡെവലപ്മെൻറ്റ് ഓഫീസർ, ജനറൽ എക്സ്റ്റൻഷൻ ഓഫീസർ, ഇവരായിരുന്നു ഞങ്ങൾക്ക് പരിശീലനം തന്നിരുന്നത്. അതായത് SP3 എങ്ങനെ പൂരിപ്പിക്കണം, ഇൻവെസ്റ്റേഴ്സ് കാർഡ് എങ്ങനെ പൂരിപ്പിക്കണം, ഷെഡ്യൂൾ എങ്ങനെ എഴുതണം എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നു. അന്നത്തെ ഇൻവെസ്റ്റേഴ്സ് കാർഡിന് 2 ഭാഗങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒന്ന് നിക്ഷേപകർക്കുള്ളൊരു ഭാഗവും പിന്നെ കൗണ്ടർ ഫോയിലും മാത്രം. പിന്നീട് ഞങ്ങളെ സെലക്ട് ചെയ്തു. ഞങ്ങളുടെ ഓഫീസർ ഒരു കാര്യം പ്രത്യേകം പറഞ്ഞു, നിക്ഷേപകരുടെ പണമാണ്, സൂക്ഷിച്ചു കൈകാര്യം ചെയ്തിടണം. 1 രൂപ നിങ്ങളെടുത്തു പോയാൽ 10 രൂപ വെച്ചാലും തികയുകില്ല. നിക്ഷേപകരുടെ പണമാണ്, സൂക്ഷിച്ചു കൈകാര്യം ചെയ്തിടണം. 1 രൂപ നിങ്ങളെടുത്തു പോയാൽ
10 രൂപ വെച്ചാലും തികയുകില്ല. അങ്ങനെ ഞങ്ങൾ ഏജൻസി കിട്ടി വീടുകളിൽ, അതാത് പ്രദേശങ്ങളിൽ വീടുകളിൽ കയറാൻ തുടങ്ങി. വീടുകൾ തോറും കയറുന്നു, നിക്ഷേപം പരിചയപ്പെടുത്തുന്നു. 5 രൂപ 10 രൂപ നാടി നിക്ഷേപങ്ങൾ ഓരോരുത്തരും ചേർന്നിടുന്നു. 5 രൂപ 10 രൂപ ആടി നിക്ഷേപങ്ങൾ ഓരോരുത്തരും ചേർന്നിടുന്നു. അങ്ങനെ 2-3 ദിവസം കഴിഞ്ഞു. അപ്പോൾ പോസ്റ്റ് ഓഫീസിൽ അടയ്ക്കണമല്ലോ. അതിനായി മണ്ണെണ്ണ വിളക്കിൻ്റെ വെട്ടത്തിൽ നാം കാർബൺ വെച്ചു 4 ലിസ്റ്റുമാക്കി. പിറ്റേ ദിവസം പോയി പോസ്റ്റ് ഓഫീസിൽ പണമടച്ചു ബുക്കും വാങ്ങിപ്പോന്നു. ബുക്ക് നിക്ഷേപകരെ ഏൽപ്പിച്ചു. നമ്മുടെ ജോലി തുടർന്നുകൊണ്ടിരിക്കുന്നു. മാസം 2 കഴിഞ്ഞപ്പോൾ പോസ്റ്റ്മാൻ വീട്ടിലേക്കോടി വന്നു. ആദ്യ കമ്മീഷൻ മണിയോടറായി 50 രൂപയിൽ താഴെ മാത്രം. ആദ്യ കമ്മീഷൻ മണിയോടറായി 50 രൂപയിൽ താഴെ മാത്രം. അതിനാണ് പോസ്റ്റ്മാൻ ഓടി വീട്ടിലേക്ക് വന്നത്. ഞങ്ങൾക്കെല്ലാവർക്കും വളരെയധികം സന്തോഷമായി. കാരണം ആദ്യമായി നമ്മൾ ജോലി ചെയ്തിട്ട് കിട്ടുന്ന ഒരു വേതനമാണല്ലോ. ആ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരുന്നു. 6 മാസം കഴിഞ്ഞപ്പോൾ പ്രോത്സാഹനമായി തന്നല്ലോ 600 രൂപ അലവൻസ് ഒറ്റ തവണ ലഭിക്കുന്നു. പിന്നീട് നമ്മൾക്ക് അലവൻസ് സ്ഥിരമായി കിട്ടുവാൻ വേണ്ടിയിട്ട് സംഘടിച്ചു വാങ്ങി ഞങ്ങൾ സ്ഥിരമായൊരലവൻസ്. പിന്നീടല്ലോ ഓണത്തിന് ബോണസുമായി സംഘടിച്ചു വാങ്ങി ഞങ്ങൾ സ്ഥിരമായൊരലവൻസ്. പിന്നീടല്ലോ ഓണത്തിന് ബോണസുമായി. പിന്നീട് നിക്ഷേപകരിങ്ങനെ ഏജന്റുമാരിങ്ങനെ കൂടി വന്നു. നിക്ഷേപം ദിവസങ്ങൾ മാസങ്ങൾ കൊല്ലങ്ങളും നീങ്ങി 5 കൊല്ലമായി. ആദ്യം തുടങ്ങിയ നിക്ഷേപങ്ങൾ വട്ടമറുതിയും എത്തിയല്ലോ. നിക്ഷേപകർക്ക് സന്തോഷമായി, ഏജന്റുമാർക്ക് സമാധാനവും. നിക്ഷേപകർക്ക് വളരെയധികം സന്തോഷമായി. കാരണം നമ്മുടെ പൈസ 5 വർഷം കഴിഞ്ഞ് കിട്ടാൻ പോവുകയാണല്ലോ. ഞങ്ങൾ ഏജന്റുമാരെ സംബന്ധിച്ച് നമ്മൾക്ക് ഇനി പുതിയ അക്കൗണ്ടുകൾ കൂടുതൽ കിട്ടുമല്ലോ എന്നുള്ള സന്തോഷം. അങ്ങനെ അവർ നമ്മളോടായി പറഞ്ഞു, ഇത് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നില്ല, ഇത് ഇവിടെ തന്നെ ഡെപ്പോസിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ഇന്ദിരാ വികാസ് പത്ര എന്നൊരു നിക്ഷേപം 5 വർഷം കൊണ്ടിരട്ടിയാകും. 5 വർഷം കൊണ്ടിരട്ടിയാകും. ഇന്ദിരാ വികാസ് പത്ര എന്നൊരു നിക്ഷേപം 5 വർഷം കൊണ്ടിരട്ടിയാകും. 5 വർഷം കൊണ്ടിരട്ടിയാകും. മറ്റ് നിക്ഷേപങ്ങളെ പറ്റിയും ഞങ്ങൾ പറഞ്ഞു. ഒരു SS ഏജന്റ് അവിടെ ഉണ്ടായിരുന്നു, അദ്ദേഹത്തെ പരിചയപ്പെടുത്തി കൊടുത്തു. പിന്നീട് തൊണ്ണൂറ് കാലമായപ്പോഴത്തേക്കും ഏജന്റുമാരെ നിയമിക്കുവാൻ തുടങ്ങി. 90 കാലമായപ്പോഴേക്കും ഏജന്റുമാരുടെ എണ്ണം കൂടി. ഏജന്റുമാരുടെ ക്ഷേമത്തിനായി 90-ൽ ക്ഷേമനിധിയും വന്നു. അതെ, നമുക്ക് നമ്മുടെ ക്ഷേമത്തിനായിട്ട് 90-ൽ ഒരു ക്ഷേമനിധി നമുക്ക് അനുവദിച്ചു. കൊല്ലങ്ങൾ വീണ്ടും കഴിഞ്ഞിടുന്നു. നിക്ഷേപങ്ങൾക്ക് പലിശ കൂട്ടി. നിക്ഷേപകർക്ക് സുവർണകാലം. നിക്ഷേപം ആകർഷകമാക്കാനായി സമ്മാന കൂപ്പണും ഇൻസെന്റീവും. അതെ,
ഇൻസെൻറ്റീവും സമ്മാന കൂപ്പണും നിക്ഷേപകർക്ക് കൊടുക്കാൻ തുടങ്ങി. വലിയ നിക്ഷേപമുള്ളവർക്ക് സമ്മാന കൂപ്പണും ഇൻസെൻറ്റീവ് കൊടുക്കാൻ തുടങ്ങി. ത്രിതല പഞ്ചായത്ത് സംവിധാനം ഇവിടെ നടപ്പായി 95-ൽ നമ്മളിലെ ചില ഏജന്റുമാർ ജനപ്രതിനിധികളുമായിടുന്നു. നമ്മളിലെ ചില ഏജന്റുമാർ ജനപ്രതിനിധികളുമായിടുന്നു. നമ്മുടെ പഞ്ചായത്തുകളിൽ ചില പഞ്ചായത്ത് ബജറ്റാക്കി ജില്ലയിലാഘോഷം നടത്തി നമ്മൾ 95-ലെ തെരഞ്ഞെടുപ്പിൽ ചിലരെല്ലാം മെമ്പർമാരായി വന്നിരുന്നു. പിന്നീടുള്ള ഓരോ 5 വർഷം കൂടുമ്പോഴുള്ള തെരഞ്ഞെടുപ്പിലും അപൂർവം ചിലർ ഏജന്റുമാരായി വരാറുണ്ട്. 65 വയസ്സു കഴിയുമ്പോൾ പെൻഷൻ നമ്മൾക്കു ലഭിക്കുവാനായി 2001 കാലം നമുക്കൊരു പെൻഷൻ പദ്ധതി നടപ്പിലാക്കി. 65 വയസ്സു കഴിയുമ്പോൾ പെൻഷൻ നമ്മൾക്കു ലഭിക്കുവാനായി 2001 കാലം നമുക്കൊരു പെൻഷൻ പദ്ധതി നടപ്പിലാക്കി. 2001 നമുക്ക് ഒരു പെൻഷൻ അനുവദിച്ചു. നമ്മുടെ അലവൻസിൽ നിന്നും 200 രൂപ വിഹിതം കൊടുത്തുകൊണ്ട് നമുക്കൊരു പെൻഷനും അനുവദിച്ചു. 2011 വന്നൊരു റിപ്പോർട്ട് നമ്മൾക്ക് ദോഷമായി. ശ്യാമള ഗോപിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് നമ്മൾക്ക് പ്രതികൂലമായി. ശ്യാമള ഗോപിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് നമ്മൾക്ക് പ്രതികൂലമായി. ഈ കമ്മീഷൻ റിപ്പോർട്ട് വന്നപ്പോൾ നമ്മുടെ കമ്മീഷൻ ഘട്ടം ഘട്ടമായി കുറയ്ക്കണമെന്നും പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഡൽഹിയിൽ എല്ലാവരും ഒറ്റക്കെട്ടായി കൊണ്ട് എല്ലാ സ്റ്റേറ്റിൽ നിന്നും ഡൽഹിയിൽ പോയി സമരം ചെയ്തു. അതിൻ്റെ ഭാഗമായി 4% തന്നെ നിലനിർത്തിപ്പോന്നു. പക്ഷേ നമ്മുടെ സംസ്ഥാനവും മറ്റ് സംസ്ഥാനങ്ങളും നമുക്ക് തന്നിരുന്ന അലവൻസും മറ്റ് ആനുകൂല്യങ്ങളും നിർത്തണമെന്ന് സർക്കാർ പറഞ്ഞതുകൊണ്ട് തന്നെ അത് നിർത്തി. പക്ഷേ നമ്മുടെ നിരന്തരമായ പരിശ്രമത്തിൻ്റെ ഫലമായി നമ്മുടെ 6 മാസത്തിന് ശേഷം നമ്മൾക്ക് അലവൻസും ബോണസും കൂടെ റെമ്യൂണറേഷൻ എന്ന രീതിയിൽ നമുക്ക് പുനഃസ്ഥാപിച്ചു തന്നു. 6 മാസത്തെ പിന്നീട് നമുക്ക് തന്നു. പക്ഷേ കുറേ പ്രശ്നങ്ങൾ അന്ന് ഉണ്ടായി. 70 വയസ്സ് കഴിഞ്ഞ അവർക്ക് അലവൻസ് ഇല്ല. 7.5 എന്ന ഒരു പരിധി വെച്ചു. SS ഏജന്റുമാരുടെ കമ്മീഷൻ നേർപകുതിയായി കുറച്ചു. നമുക്ക് ഓർക്കാൻ വയ്യാത്ത പല കാര്യങ്ങളും അന്ന് ഉണ്ടായി. കമ്പ്യൂട്ടർ പ്രചാരത്തിൽ വന്നതോടെ നമ്മുടെ ജോലിയും കമ്പ്യൂട്ടർ പ്രചാരത്തിൽ വന്നതോടെ നമ്മുടെ ജോലിയും കമ്പ്യൂട്ടർ അറിയാത്ത നമ്മളും പിന്നീട് കമ്പ്യൂട്ടറിൽ ലിസ്റ്റ് എടുത്തിടുന്നു. അതെ, കമ്പ്യൂട്ടർ വന്നപ്പോൾ നമ്മൾ വിചാരിച്ചു നമ്മളിതെങ്ങനെ ചെയ്യുമെന്ന്. പിന്നെ എല്ലാവരുടെ വീട്ടിലും കമ്പ്യൂട്ടറായി. നമ്മൾ ഷെഡ്യൂളൊക്കെ കമ്പ്യൂട്ടറിൽ എടുക്കാൻ തുടങ്ങി. ഇപ്പം നമ്മുടെ ഷെഡ്യൂൾ എടുക്കൽ DOPയും പാസ്വേഡും ഒക്കെ ഉണ്ട്. നമുക്ക് ഗവൺമെൻറ്റിൻ്റെ സോഫ്റ്റ്വെയറാണ്. ആ പാസ്വേഡ് ലോക്കായാൽ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് നമ്മുടെ ജോലിയിലുണ്ടായി. പിന്നീട് സുനാമി, പ്രളയം, കൊറോണ എന്നീ പ്രകൃതി ദുരന്തങ്ങളേറെ വന്നു. അതിനെയും നമ്മൾ അതിജീവിച്ചു സന്തോഷത്തോടെ കഴിഞ്ഞിടുന്നു. നമുക്ക് സുനാമി, പ്രളയം, കൊറോണ ഇതെല്ലാം വന്നു. കൊറോണ വന്ന സമയത്ത് നമുക്കറിയാം പലിശ നിരക്ക് ഇതുവരെ ഇല്ലാത്ത വിധത്തിൽ എല്ലാ നിക്ഷേപങ്ങൾക്കും പലിശ നിരക്ക് കുറച്ചു. RDക്ക് പ്രത്യേകമായി കുറച്ചു. 5.8 എത്തി. ഇപ്പോൾ ക്ലോസ് ചെയ്യുന്ന അക്കൗണ്ടുകളൊക്കെ അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെയുള്ള പ്രയാസങ്ങളും നമുക്ക് അന്നുണ്ടായി.
ഭൂമി വാങ്ങി വീടു വെച്ചു, മക്കളും ഉന്നതിയിലായി. ഇതിനെല്ലാം വഴിയായതീ ജോലിയല്ലോ. മുമ്പേ ജോലി ചെയ്തു പോന്ന ഏജന്റുമാരായ നമ്മൾ ഇന്നമ്മയും അമ്മൂമ്മയും മുത്തശ്ശിമാരാ. കൊല്ലങ്ങളായി നിർത്തിയല്ലോ പുതിയ നിയമനങ്ങൾ, ആശ്രിത നിയമനവും ഇല്ലാതെയായി. മക്കളെല്ലാവരും നല്ല നിലയിലായി. ഭൂമി വാങ്ങി വീട് വെച്ചവരും കൂടാതെ കാറ് വാങ്ങിയവർ, ടൂ വീലർ വാങ്ങിയവർ, ടൂ വീലറിൽ ജോലിക്ക് പോകുന്നവരൊക്കെ നമ്മളെ കൂട്ടത്തിലുണ്ട്. എവിടെയും എത്താത്ത ചിലരും നമ്മളെ കൂട്ടത്തിലുണ്ട്. അപ്പം ഇതിനെല്ലാം നമ്മൾ നല്ല നിലയിലെത്താൻ ഈ ജോലി വളരെയധികം ഉപകാരപ്രദമായി. കൂടുതൽ പലിശ വാഗ്ദാനവുമായി സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങൾ നമ്മൾക്കു വെല്ലുവിളിയുമായി നാട്ടിൽ സുലഭമായി വന്നിടുന്നു. നമ്മളിലെ ചില ഏജന്റുമാർ ഈ ലോകം വിട്ടു പിരിഞ്ഞു പോയി. വേറെ ചിലർ ജോലി മതിയാക്കിപ്പോയി, മറ്റു ചിലരോ കൊഴിഞ്ഞു പോയി. 800-ലധികമുള്ള ഏജന്റുമാർ ഇന്ന് 500-ൽ താഴെ മാത്രമായി. അതെ, നമ്മുടെ ഏജന്റുമാർ 60 കഴിഞ്ഞവരും 70-നോട് അടുത്തവരും 70 കഴിഞ്ഞവരുമൊക്കെയാണ് ഏറെ പേരും. അതുകൊണ്ട് ഈ പ്രസ്ഥാനം എന്താകുമെന്ന ആദിയിലാണ് നമ്മളെല്ലാവരും ഇപ്പോൾ ഉള്ളത്. നിങ്ങൾക്ക് അഭിനന്ദനങ്ങൾ നേർന്ന് ഇക്കഥ ഇവിടെ സമർപ്പിക്കുന്നു. നിങ്ങൾക്ക് അഭിനന്ദനങ്ങൾ നേർന്ന് ഇക്കഥ ഇവിടെ സമർപ്പിക്കുന്നു. നന്ദി, നന്ദി, നന്ദി. ഹലോ,